അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ പറയാൻ എപ്പോഴേ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ? അപ്പോൾ നമ്മൾ നോൽമ്പ് നോൽക്കാൻ നീച്ചാണേ. ബറാത്തല്ലേ, ബറാത്തിൻ്റെ നോൽമ്പ് നോൽക്കണ്ടേ? അപ്പോൾ അതിന് നമ്മൾ 5:30 ബാങ്ക്. അപ്പോൾ നമ്മൾ 5 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ നീച്ചപ്പം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഉണ്ട്, അതൊന്ന് ചൂടാക്കിയെടുക്കണം. ചായക്ക് വെള്ളം വെച്ചിക്കണ്. അപ്പോൾ ഇനി ചോറൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേനി, അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തേക്ക് വെച്ച് പോയി പല്ലൊക്കെ തേച്ച് മോറൊക്കെ കേകി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ചോറൊന്ന് തണുപ്പ് വിട്ടുക്കണേ. എന്നിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പം തണുപ്പായിക്കാണ്ട് ചൂടാക്കിയാൽ എന്താണെന്നറിയാം, ആ തണുപ്പോടൊക്കെ തന്നെ നമ്മളൊന്ന് ചൂടാക്കിയിട്ടാൽ നല്ല പണികാരം. ഫ്രിഡ്ജിൽ എടുത്തതല്ലേ. അപ്പോൾ ഒന്ന് തണുപ്പ് അറിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നാൽ ഗ്യാസും ലാഭിച്ചാട്ടോ. ഗ്യാസ് ലാഭിച്ച അതേമാതിരി സാനുട്ടനും നീച്ചിക്കണം കേട്ടോ നോൽമ്പ് ഒലിക്കാൻ. അപ്പോൾ ഞാൻ കുറേ നോൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു, കേൾക്കാതെ നീച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണേ, ഒരു തുള്ളി ചോറ് വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരമായതുകൊണ്ട് തന്നെ തിന്നിട്ടൊന്നും പോകണില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം തിന്നണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ചോറ് കുറച്ചൊന്ന് തിന്നിക്കണം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഏതായാലും നേരം പോലത്തേക്കണേ. അങ്ങനെ ഇതാക്കണേ മക്കളെ, കുറേ ദിവസമായിക്കണം കേട്ടോ ഞാനിത് ഇങ്ങനെ കരുതണേ. മണലാണ് കേട്ടോ. നമ്മളെ പുതിയാപ്പിള കാക്ക ചോര നീരാക്കി ഉണ്ടാക്കിയ കായ് കൊണ്ട് വാങ്ങിയതല്ലേ, അതിങ്ങനെ പോണെ കാണുമ്പം വല്ലാത്തൊരു പൊറുതിയേട് കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ മണലിങ്ങനെ ചാടുമ്പോൾ നമ്മൾ ഓരോ ചാക്കൊക്കെ വെച്ച് കാണ്ടൊക്കെ ശരിയാക്കുകയൊക്കെ ചെയ്തു. പിന്നെയും അവിടെ കീറും കേട്ടോ ചാക്ക്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയാം, എന്നാൽ പിന്നെ ഇത് വേറൊരു ചാക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ചാക്ക് നല്ലോണം കീറിയിരിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയുക, വെയിൽ തട്ടിയോണ്ടേ ചാക്കൊക്കെ നുരുമ്പിച്ച് പോവുകയാണ്. അതുകൊണ്ടാണിത് അങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയോ, അവിടേക്ക് ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ വലിയ ചാക്കിലട്ടിനത്, ആ ചാക്കൊക്കെ നുരുമ്പിച്ച് കീറിയിക്കണേ. അപ്പോൾ ഈ മണലിങ്ങനെ പോണ കണ്ടപ്പം വല്ലാത്തൊരു പൊറുതിയേട് കേട്ടോ മനസ്സിക്ക്. അപ്പോൾ എന്നും ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് എടുത്തേക്കാനാവില്ല എന്ന് വിചാരിച്ചു. മടി എന്ന സാധനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാവൂലേ. അപ്പോൾ ഇന്ന് ഏതായാലും ചായയും കടിയൊന്നും വേണ്ടല്ലോ, അപ്പോൾ ഇതിനാണ് നിന്നാൽ മതിയല്ലേ എഴുതിയിട്ട് ഞാൻ ഈ മണൽ തന്നെയാളെ പൊന്തിച്ചിട്ടും പൊന്തണ്ടേ. കുറേ മല്ലി കെട്ടിയിട്ടാണ് നമ്മൾ കേട്ടോ അങ്ങോട്ട് കയറ്റിയത്. അപ്പോൾ തന്നെ നമ്മൾ കുഴങ്ങിട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മളെന്താട്ടി അങ്ങോട്ട് കോരിയിടുകയാണ് കേട്ടോ. വലിയ ചാക്ക് താഴത്ത് കറക്കാനും വെച്ചാൽ അതിന് കുറച്ച് മണലെടുത്ത് കാണ്ട് അതിക്ക് മറ്റേ ചെറിയ ചാക്കൊക്കെ ഇട്ടെങ്കിലല്ലേ ഇത് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടുകാണ്ട് ആയെങ്കിലല്ലേ, കുറച്ചായെങ്കിലല്ലേ മേലൊക്കെ ഇട്ട് രണ്ടും കെട്ട നിലയായി. ഏതായാലും വലിച്ചും ഇതാക്കി ഏതായാലും ഞാനത് കയറ്റിട്ടോ. അപ്പം ഇനി അപ്പുറത്ത് ഇതാക്കണേ, അമ്മീൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഇതേമാതിരി ചാക്കിൽ മണൽ, അതും ഇതേമാതിരി പൊട്ടിയിക്കണേ. അപ്പോൾ അതും തന്നെ ഞാനൊരു ചാക്കൊക്കെ വെച്ചിക്കാണ്ട് ഇപ്പം അടച്ച് വെച്ചിക്കണം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ പോവുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് ഇതാക്കണം. അപ്പം ഇനി ഈ മണൽ നമുക്കൊന്ന് കുപ്പായ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇനിയും വെയിലുണ്ട് കണ്ടേ, ആ ചാക്കൊന്ന് ഒരുമിച്ച് പോകും. അപ്പം അതിന് നമുക്കൊരു കുപ്പായ ഇട്ട് കൊടുത്ത് കാണ്ട് അത് സെറ്റാക്കി വിടാം കേട്ടോ. അപ്പോൾ ഏതായാലും കുപ്പായൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കുട്ടിയായിക്കാണ്ട് അവിടെ വെച്ചിക്കണം കേട്ടോ. അവിടെ നിൽക്കട്ടെ. ഇനി ആ കുപ്പായത്തിനേ വെയിലുള്ളൂ, ചാക്കിന് കൊള്ളൂലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഒരു പ്ലാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈ ഉണ്ടായി കേട്ടോ. അതിങ്ങനെ പടർന്നുകാണ്ട് നമ്മളെ വാർപ്പിൻ്റെ മേലൊക്കെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പറയാം അതിൻ്റെ മേലെ കൂടെ വല്ല പാമ്പുക്കളും മരിച്ച് ആ ജനാലിൻ്റെ വെടുപ്പോതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ കീറി കൂടിയാലും അറിയില്ല മളെ. ഇഞ്ചൊരു കാര്യം ചോദിച്ചാൽ അത് വെട്ടികളാണ് കാരണം. അപ്പോൾ കായ് ഉണ്ടായാലും നമ്മളെ കുരങ്ങന്മാർക്ക് തിന്നാനേ നേരമുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കായ് ഇതിമെന്ന് ഉണ്ടായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്തിനാ അപ്പോൾ അതിൻ്റെ മേൽ വെക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ. നമ്മളെ അയലോക്കത്തില്ലോലൊക്കെ അങ്ങനെ പറഞ്ഞ് അതാണ് വെട്ടിയിട്ടുള്ള. അതിന് കൂടെ വല്ല പാമ്പുക്കളും അരിച്ച് കയറി അകത്ത് കയറി കൂടിയാലും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു പേടിയായിട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി അതൊക്കെ ഒന്ന് വെട്ടി മുറിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിടുകയാണ് കേട്ടോ. നമ്മൾ വെറുതെ എന്തിനാണ് വേണ്ടാത്ത പണിയെടുക്കേണ്ട ആവശ്യമല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ വെട്ടി അവിടെ കൊണ്ടുപോയിട്ടിരിക്കണം കേട്ടോ. ഇനി മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കണം. അങ്ങനെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണം വീഡിയോസൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നോമ്പ് പണിയൊന്നും എടുത്തിട്ടില്ല, കാരണം നോമ്പ് പറ്റുകൊണ്ട് നോമ്പ് പണിയൊക്കെ എടുത്താലുണ്ടല്ലോ കുഴങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചേണ്ടി വരും. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ തുറക്കാൻ
ചായയും കടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് കോഴി തേങ്ങ അരച്ചിക്കാണ്ട് ചാറ് വെക്കുകയാണ് കേട്ടോ. അതിന് തേങ്ങയും കരിവേപ്പും പിന്നെ ഒരു കറാമ്പൂവും പിന്നെ ചെറിയൊരു പൊട്ട് പട്ടയും പിന്നെ ഏലക്കായും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ചിക്കണം കേട്ടോ. തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണേ. ഒരു 200 അരിയല്ല 200 പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തുക്കണത്. അപ്പോൾ അത് നമുക്ക് വാട്ടി കുഴക്കണം. അപ്പോൾ മല്ലിമുളകൊക്കെ നമ്മൾ വാങ്ങിക്കണം കേട്ടോ എണ്ണയാളെ. ഇനി അതൊക്കെ ഒന്ന് കേയി നമുക്ക് വെയിലത്തിടണം, വറുക്കണം, പൊടിച്ചണം, അതൊക്കെ ഉണ്ട് പണി. അപ്പം ഇന്നിപ്പോൾ അതൊന്നും എടുക്കണില്ല കേട്ടോ, വൈകുന്നേരമായില്ലേ. പിന്നെ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചട്ടിയിൽ ഉപ്പിട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് നമ്മളെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് ആ പൊടി ഒന്ന് വേകട്ടെ കേട്ടോ. പൊടി നല്ലോണം വെന്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പത്തിരി നല്ല ഉസാറിയിക്കാരം കേട്ടോ. അപ്പം ഞാൻ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ആ കട്ടകളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ കണ്ടപ്പം വെള്ളമൊക്കെ ഏറുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിന് കേട്ടോ. പക്ഷേങ്കിൽ ഉണ്ടല്ലോ പാകമാണ് കേട്ടോ. ഞമ്മക്കൊരു കമ്മട്ടുണ്ടാവും കേട്ടോ. കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു അത് പാകമാണ് എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഏറെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചാണ് മൂക്കും. അപ്പോൾ ഇന്ന് ഇത് കണ്ടപ്പോൾ പാകമാണ്, എന്നാൽ പിന്നെ കുറച്ച് കൂടുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിന്. ഏതായാലും കൂടിയിട്ടില്ല, പാകമായിട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ആ പൊടിയും ആ വെള്ളവും ഒക്കെ പാടെ യോജിപ്പിച്ചിട്ട് പൊടി നല്ലോണം ഒന്ന് വേവിച്ച് എടുക്കണം കേട്ടോ. വേകാത്ത പൊടി കൊണ്ട് പത്തിരി ചുട്ടാലെന്താ പറയുക, വക്ക് ഭാഗങ്ങളൊക്കെ പൊട്ടി ഇങ്ങനെ വരും. അതേമാതിരി ചുടുമ്പോഴൊക്കെ ചട്ടിയിലിട്ടാലൊക്കെ പൊട്ടും കേട്ടോ. അപ്പം പൊടി നല്ലോണം വാടും വേണം, കുഴ നല്ലോണം ആകും വേണം. കുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി കുഴക്കൂലേ അതിട്ടാ. കുഴച്ചാൽ നല്ലോണം കുഴച്ച് ശരിയാകണം എന്നെങ്കിൽ നമ്മളെ പത്തിരി നല്ല ഉസാറാവുള്ളൂ കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഇതാക്കണം, നല്ലോണം വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, പിന്നെ നമുക്ക് വേറൊരു തട്ടിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. പറ്റ ചൂടാറിയാണ്ട് കുഴക്കാനും പറ്റൂല, നല്ല ചൂട് കൊടുക്കുകയാണെങ്കിൽ കുഴക്കാനും വെച്ചേട്ടോ. അപ്പോൾ രണ്ടും കെട്ട നേരാണ്. അപ്പോൾ ഇതാക്കണേ, ഞാൻ കുറച്ച് വെള്ളം പാർന്നിക്കണം കേട്ടോ. അതിൽ ഇനി ആ വെള്ളം പാർന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് കുറച്ചിങ്ങനെ അതിൻ്റെ അടിയിൽ പിടിച്ച പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാനേക്ക് വാരിയിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കുഴക്കാണ് വിചാരിച്ചത്. അപ്പോൾ നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ കുഴച്ചാൽ പറ്റൂല. അപ്പോൾ നമ്മളെന്താട്ടി ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല പൊള്ളലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പൊള്ളലുണ്ട് എന്നില്ലേ. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ടും ഒക്കെ, വെള്ളമാക്കുമ്പം ഒരു സമാധാനമാണ് കേട്ടോ കജ്ജിന്, അല്ലെങ്കിൽ ഭയങ്കര ഇതാണേ. അപ്പോൾ ഒന്നും കൂടി വെള്ളമാക്കുക, എന്നിട്ട് കുഴക്കുക, വെള്ളമാക്കുക, കുഴക്കുക. എന്നാൽ പറഞ്ഞമാതിരി കുഴ നന്നാണെന്നെങ്കിൽ നമ്മളെ പത്തിരി നന്നാവുള്ളൂ. കജ്ജൊക്കെ കണ്ടങ്ങൾ ചോന്തിക്കണേ ചൂടുകൊണ്ടേ, എന്നാലും വേണ്ടില്ല നമ്മളെ പത്തിരി നന്നാണ്ട്. തിന്നുമ്പോൾ നല്ല ഉസാറായിട്ട് തിന്നണം, അപ്പോഴേ ഒരു മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാക്കണേ, നമ്മൾ പൊടിയൊക്കെ നല്ലോണം ഉസാറായിട്ട് കുഴച്ച് ഉരുളയൊക്കെ ആക്കി എടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് ഉരുളയൊക്കെ ഇതാക്കണേ, ഒന്നുകൂടി ഉരുള പിടിച്ചണം. അപ്പോൾ ചിലതൊക്കെ വലുതുണ്ട്, അതിമന്നൊക്കെ ചെറുത് ഇങ്ങനെ നുള്ളി എടുക്കണുണ്ട് കേട്ടോ. അപ്പം ഉണ്ടല്ലോ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചങ്ങാഴ്ചനെ കിട്ടിയിരുന്നു കേട്ടോ, സുഹൈല. അപ്പോൾ ഇങ്ങനെ ഒരു പണി കാട്ടിനി കേട്ടോ. ഒരു 4-5 കവർ വെച്ച് കണ്ട അതിൻ്റെ മേലെ ഇങ്ങനെ പത്തിരിൻ്റെ ആ ഉണ്ടല്ലോ അത് വെച്ച് അതിൻ്റെ മേലെ കവർ വെച്ച് പൊടിയിട്ട് കണ്ട് ഇങ്ങനെ വെച്ച്. അപ്പോൾ ഞാനും തന്നെ ഒറ്റയടിക്ക് 4-5 പത്തിരി ഉണ്ടാക്കല്ലേ എഴുതിയിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉസാറായിട്ട് 4-5 കവറൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ച് നോക്കുമ്പോൾ നിങ്ങളോട് പറയണമെങ്കിൽ നമ്മളെ പത്തിരി നന്നായില്ല കേട്ടോ. പൊന്നാര സുഹൈല കുട്ടിയേ, നന്നായില്ല. ഇഞ്ചപ്പത്തിയാണ് കാട്ടിയത്, ഇഞ്ച തോക്കാച്ചി ചേരും കോലം കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇല്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഇല്ല. നമ്മൾ ഒപായത്തിൽ ഓട്ടടക്കാൻ നോക്കിയതാണ് എന്ന് വെച്ചാൽ നമ്മൾ എളുപ്പപ്പണി നോക്കിയതാണ്. ഒറ്റടിക്ക് 4-5 പത്തിരി ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് 2 ഉണ്ടാക്കിയാൽ 10 ചൂടാലോ, 10 ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിക്കാണ്ട്. അപ്പോൾ അത് റെഡി ആയില്ല. അപ്പോൾ എന്താ, ചിലവലത് റെഡിയാവും, ചിലവലത് റെഡിയാവില്ല. അതുകൊണ്ട് ഞമ്മക്കറ്റെ കുഴപ്പമില്ല. അപ്പം പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ, ഇനി ഒന്ന് വെച്ചിട്ടൊന്ന് അങ്ങോട്ട് ശരിയാകുമോ നോക്കട്ടെ വിചാരിച്ചിട്ട് ഒരു കവർ വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കിട്ടോ. അപ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നതാക്കണേ കണ്ടില്ലേ, അത് നേരെയായിട്ടോ. പക്ഷേങ്കിൽ അത് ഇങ്ങനെ പറിച്ചെടുത്തപ്പോഴേ ഇങ്ങനെ ഒരു ചെറിയൊരു പൊട്ടൽ വന്ന്, അപ്പോൾ അതിൻ്റെ അവിടെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കേണ്ടീനി, അല്ലെങ്കിൽ ഉസാറായിനി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താട്ടിന്നറിയോ,
നമ്മളെ പത്തിരി പരത്തും പോലെ തന്നെയാണ് പരത്തി എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ കാട്ടണ മാതിരി തന്നെയാണ് കാട്ടി. അപ്പോൾ ഉപായത്തിലൊന്നും ആരും ഇങ്ങോട്ടടക്കാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ പണി കിട്ടും, നേരാണ് പോയി കിട്ടും കേട്ടോ. പിന്നെ വെക്കണോല് ഉണ്ടാക്കിയും ചെയ്തോളണ്ടിട്ടോ. സുഹൈലക്കുട്ടിൻ്റെ ഉണ്ടാക്കിയത് നല്ലോണം ശരിയായിനി. അപ്പം നമ്മൾ അതേമാതിരി ഒന്ന് കാട്ടി നോക്കിയതാ. നമ്മളത് റെഡി ആയില്ല. ഏതായാലും പിന്നെ നമ്മൾ പരത്തണ മാതിരി തന്നെ പരത്തി ഉണ്ടാക്കി. പിന്നെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. നമ്മളെ പത്തിരിയൊക്കെ ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണേ. ചട്ടി ചൂടാകാതെ ഇട്ട് കൊടുത്താൽ നമ്മളെ പത്തിരി വെറുങ്ങലിച്ച് കൊണ്ട് നോക്കും. അപ്പം നല്ലോണം കത്തണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടുപ്പിൽ തിച്ചാൻ വലിയ പൂതിയൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മളെ ആ അടുപ്പിൻ്റെ വീതനയൊക്കെ ഇഞ്ഞും കരി പിടിച്ചു. അപ്പം വലിയൊരു തീർപ്പതിയൊന്നുമില്ല. പിന്നെ ഇപ്പം പത്തിരിയൊക്കെ ഗ്യാസുമ്മ ചുട്ടാൽ മുതലാവില്ല മക്കളെ. അതുകൊണ്ട് നമ്മൾ കത്തിച്ചു. ഇനിയിപ്പോൾ കരിയാവും വിചാരിച്ചിട്ട് നമ്മൾ കത്തിച്ചാതാക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വെറുതെ അടുപ്പ് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കരിയായാലും വേണ്ടില്ല. വല്ലാതെ ഒന്നും ഇനി കരിയായാലും അറിയില്ല. കാരണം ഗ്രേ കളർ നമ്മൾ അതുകൊണ്ട് അടിച്ചതാണ്. അപ്പോൾ നമ്മളോട് കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടോ വെള്ളം അടിച്ചുവിടേനിയോ എന്നൊക്കെ. നമുക്ക് വെള്ളമൊക്കെ അടുക്കളയിൽ അടിച്ചാനൊക്കെ പൂതിണ്ടേനി മക്കളെ. പക്ഷേ എനിക്ക് എന്താണെന്നറിയോ, ഇതേമാതിരി നമ്മളെ ഈ അടുപ്പ് ഇതല്ലേ, ആലുവ അടുപ്പാണെങ്കിലൊക്കെ നമുക്ക് പിന്നെ വെള്ളമൊക്കെ അടിച്ചാൽ. പക്ഷേങ്കിൽ ഈ അടുപ്പായതുകൊണ്ട് പറ്റൂല. ഇതിങ്ങനെ ഇനിയും കുറച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറായി നിൽക്കും കേട്ടോ നമ്മളെ വെള്ള പെയിൻറ്റൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രേ കളർ അടിച്ചത് കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റൊക്കെ വന്നിരിക്കണം കേട്ടോ, വെള്ളം അടിച്ചാൽ ഒന്നും കൂടി ലേറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഗ്രേ കളർ തന്നെ അടിച്ചത്. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഗ്യാസ് റോൾക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലത് കുറച്ച് ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ട് നമ്മൾ എന്തായിട്ട് ചൂടാറിയതിന് ശേഷം അതൊക്കെ ഗ്യാസ് റോളിലാക്കിയിട്ട് സെറ്റായി. അപ്പം ഇനി നമുക്ക് ചാറുണ്ടാക്കണം. അപ്പം ഇനി അതിന് കോഴിയൊക്കെ ഇതാക്കണം കൊടുന്നിക്കണം. അപ്പം ഞാൻ അതൊന്ന് കേക്ക് എടുക്കട്ടെ കേട്ടോ. കുക്കറിലാണ് വെക്കണം കേട്ടോ. ഇങ്ങനെ കോഴിച്ചാറ് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണ്ട കേട്ടോ. നല്ല രസമാണ് കേട്ടോ. പത്തിരിക്കായാലും നമ്മളെ ചപ്പാത്തിക്കായാലും പൊറാട്ടിക്കാണെങ്കിലും ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഉള്ളിയും തക്കാളി ഒന്നും വാട്ടണ്ട തന്നെയാളെ. നമ്മൾ തേങ്ങ ഞാൻ വറുത്ത് കണ്ടില്ലേ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയും ചതച്ചതാണ് കേട്ടോ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരുള്ളി കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം. ഇത് ഇഞ്ചമ്മ ഉണ്ടാക്കുന്ന ചാറാണ് കേട്ടോ പത്തിരിക്ക്. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ. ഇമ്മ പച്ചത്തേങ്ങയാണ് അരക്കൽ. പക്ഷേങ്കിൽ ഞാൻ തേങ്ങ വറുത്തുകാണ്ട് അരക്കാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ അരച്ച് നോക്കണ്ടി, നല്ല അരച്ച് വെച്ച് നോക്കണ്ടിട്ട് അങ്ങനത്തെ ഒരു കോഴിച്ചാറ് നല്ല രസമാണ് കേട്ടോ. എന്താ തേങ്ങ വറുക്കണേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏലക്കായും കറാമ്പൂവും പട്ടയും ഇട്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്ത് എടുത്ത് അരച്ച് അണ്ട് ചേർത്ത് വെക്കേണ്ടി നല്ല രസമല്ലേ ഒരു കോഴിച്ചാറ് തന്നെക്കാരം കേട്ടോ. മക്കൾക്കൊന്നും തേകയില്ല, പുതിയാപ്പിളാർക്കൊന്നും തേകയില്ല ഈ ചാറും കൂട്ടിക്കാണ്ട് പത്തിരിയൊക്കെ ചുട്ടാൽ ഇഞ്ഞുണ്ടോ പത്തിരി വെച്ചുകൊണ്ട് അങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ നല്ല രസമാണ്. ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ. പിന്നെ ഒരു തക്കാളി കേട്ടോ, വല്ലുള്ളി വേണ്ട, പിന്നെ തക്കാളി വേണം കേട്ടോ. വല്ലുള്ളി വാട്ടി ഇതാക്കി ഒന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് ചാറിഞ്ഞ് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണ്ടി. പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്ന് ഞാൻ എന്താട്ടി കുക്കറിൽ വെക്കണം കേട്ടോ. ഒരൊറ്റ വിസിൽ മതിയിട്ടാണ് നമ്മളെ കോഴി നല്ല ഉസ്സാറായിട്ട് പോകും. ഒരൊറ്റ വിസിൽ അടിച്ചിട്ട് പിന്നെ നമുക്ക് ഓഫാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ തേങ്ങ ഇതാക്കണം, ഞാൻ വറുത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഇട്ടിക്കണ്. അതിക്കും തന്നെ കുറച്ച് വെള്ളം പാർന്നാൽ മതി. പറ്റങ്ങോട്ട് വെള്ളം പോലെ ആകണ്ട കേട്ടോ നമ്മളെ ചാറ്. അപ്പോൾ കുറച്ച് വെള്ളം പാർന്നുകാണ്ട് അരക്കുക. പിന്നെ നമുക്ക് വെള്ളമാണെങ്കിൽ പിന്നെ നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ ചുയറ്റിപ്പാരൊക്കെ ചോദിച്ചൂലേ, അപ്പോൾ അങ്ങനെയൊക്കെ പാർന്ന് കൊടുത്താലൊക്കെ മതി. അപ്പം പറ്റ വെള്ളം കളിയാണ്ട ചാറ്. പിന്നെ ഞാൻ പത്തിരി പരത്തി കഴിഞ്ഞിട്ട് വീതിനൊന്നും തുടച്ചിട്ടില്ലേന് കേട്ടോ. അപ്പോഴാണ് തുടക്കണത്. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ പാത്രം കഴുകുകയാണ് കേട്ടോ ഞാൻ. അപ്പം ഇന്നലെ കമൻറ്റിൽ പറഞ്ഞ് നമ്മളെ നനച്ചുളിക്ക് നമ്മൾ നനച്ചുളിച്ചല്ലേ, അപ്പോൾ ഈ പാത്രം കൂടി ഒന്ന് കഴുകണ്ടി. അപ്പോൾ ഇതുണ്ടല്ലോ ഈ പാത്രത്തിൻ്റെ ചൊറുക്കൊണ്ട് കളയാൻ തോന്നില്ല. അപ്പോൾ ഈ ഫൈബറിൻ്റെ പാത്രം ഇതിൻ്റെ ബാക്കിലുണ്ടല്ലോ കരിമ്പം കുത്തും. അതാണ് കേട്ടോ, അല്ലാതെ ചളിയല്ല കേട്ടോ മക്കളെ. ഇപ്പം ഞാൻ കമ്പിച്ചാണ്ടിട്ട് കണ്ട് നല്ലോണം ഒന്ന് വരച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. നമ്മളെ പാത്രമൊക്കെ സാറായിട്ട് മോറലുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണോ ഇങ്ങനത്തെ ഈ ഫൈബറിൻ്റെ പ്ലേറ്റ് കരിമ്പം കുത്തും ബാക്ക് ഭാഗം. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ മോറായിട്ടൊന്നല്ല കേട്ടോ.
അപ്പോൾ ഇത് ഈ പാത്രം നല്ല ചൊറുക്കുണ്ട്, അതുകൊണ്ട് കളയാൻ തോന്നണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല ഞാൻ കമ്പിച്ചണ്ടി കൊണ്ട് അരച്ചിട്ട് ഇപ്പോഴും ഉണ്ടല്ലോ ഇമ്മ കരിമ്പം കുത്തിയത്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാത്ത മോറാത്തോണ്ടൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് മോറി കാണിച്ചെന്നതാണ്. നിങ്ങൾ പറഞ്ഞ് നമ്മൾ കേൾക്കണ്ടേ അതിന്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിക്കണ്. നനച്ചുള്ളിയിൽ ഇതാണ് പെടുത്തിക്കണം കേട്ടോ. ഞാൻ പാത്രമൊക്കെ നല്ല ഉസാറാക്കി മോറിക്കണം. അപ്പോൾ കരിമ്പം കുത്തിയതാണ് കേട്ടോ, അല്ലാതെ ചളിയല്ല. അപ്പം അങ്ങനെ പാത്രമൊക്കെ മോറി കയ്യിലൊക്കെ മോറി അപ്പോത്തിന് വന്നപ്പോതിനാക്കണി നമ്മളെ കോഴിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, കണ്ടില്ലേ. ഒരൊറ്റ വിസിലാക്കിയിട്ട് നമുക്ക് അവിടെ ഓഫാക്കിയിട്ടാൽ മതി. പിന്നെ ചാറൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ തേങ്ങ വറുത്തുണ്ടല്ലോ അതൊന്ന് പറന്ന് കൊടുക്കണ്ടേ. അപ്പോൾ അതാ ഞാൻ കുറുന്നനായിട്ട് അരച്ച് പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കേക്കിപ്പാരട്ടോ. പിന്നെ ഉള്ളി ഞാൻ ജീരുള്ളി എടുത്തുക്കണം കേട്ടോ തൂമിച്ചാൻ. ഇനി ജീരുള്ളി ഇല്ലാച്ചെങ്കിൽ വല്ലുള്ളിൻ്റെ ഒരു പോണ മതി കേട്ടോ. വലിയതാണ് വെച്ചെങ്കിൽ മുറി മതി തൂമിച്ചാനല്ലേ. എന്നിട്ട് ഇതിനകത്ത് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അത് തൂമിച്ചത് അതിക്ക് പാർന്ന് കൊടുക്കുക. കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ഇതാട്ടെ. അപ്പോൾ ഒരു തുള്ളി ഉപ്പിൻ്റെ കുറവുണ്ടായിന്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നിക്കണേ. നമ്മളെ ചാറ് കുറച്ച് അയക്കണം പാർന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആ കുക്കർക്ക് തന്നെയാണ് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ആ ചട്ടിയിൽ കുറച്ച് മേക്കൊക്കെ ഉണ്ടാവും, അത് കേക്ക് കളയേണ്ടി വരുമല്ലേ. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി വെള്ളമൊക്കെ ചുവറ്റി പാർന്ന് ഇതാക്കണം. അപ്പോൾ പിന്നെ ചാറ് കുറച്ചും കൂടി വെള്ളം വിട്ടുകൊണ്ടിരിക്കാരം. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ആ ചട്ടിക്കാൻ പാർന്നിട്ട് നല്ലോണം ഒന്ന് ചട്ടിയൊക്കെ നല്ലോണം ഒന്ന് വടിച്ചെടുത്തുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചാറ് റെഡിയായി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചാറ്, നല്ല രസമാണ് കേട്ടോ. ഈ ചാറും കൂട്ടി പത്തിരിയോ പൊറാട്ടയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഉണ്ടാക്കി വെക്കണ്ടേ. പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചായ വെക്കണുള്ളൂ, ചിലപ്പം ബാക്കി കാരം കുറച്ച് വെച്ചാൽ തികയില്ല, കുറേ വെച്ചാൽ ബാക്കി വെക്കാറ് കേട്ടോ. അപ്പോൾ ആർക്കും വേണ്ടി വരില്ല. കുറച്ചാണെങ്കിൽ ഉമ്മ ചായ ഉണ്ടോ വെച്ച് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ സനു നോൻപ് ഉച്ചക്ക് മുറിച്ചിക്കണം കേട്ടോ. സനു നോൻപോൽക്കാ നീച്ചിക്കണെന്നുള്ളത് ഞാൻ ചായ കുടിച്ചിട്ട് നോൻപ് നോൽക്കാൻ വേണ്ടി പെരച്ചക്ക് വെച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്താ നോൻപൊക്കെ മുറിച്ചിക്കണം കേട്ടോ. ഉമ്മ കുഴങ്ങി പന്തളിച്ചെന്ന് കാണ്ടേ ഉമ്മച്ചിയെ ഞാൻ കുഴങ്ങിക്കണം. ഞാൻ പറഞ്ഞ മുറിച്ചുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ നോൽമ്പൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്ക് ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ച് ബിരിയാണി ഉണ്ടായിന്, ഒരു രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വെച്ചിട്ടില്ല. ആ ചോറ് തന്നെയാണ് ഒരു വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കലക്കി വെക്കണം കേട്ടോ. അപ്പം നല്ല വെയിലല്ല, എത്ര വെള്ളം കുടിച്ചാലും തികയില്ല. അപ്പം ഞാൻ ഈ വലിയൊരു പാട്ടിയിൽ തന്നെ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ. അപ്പം നാരങ്ങയൊന്നുമല്ല കേട്ടോ. നോൽമ്പോറ്റ പള്ളിക്ക് നാരങ്ങ വെള്ളം കുടിച്ചാൻ പാടില്ല പോലും അങ്ങനെ പറയലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നാരങ്ങയൊന്നുമല്ല, നമ്മളെ ടാങ്ക് ഉണ്ടല്ലോ അതാണ് കേട്ടോ. ഞാനൊരു പാക്കറ്റ് ടാങ്ക് വാങ്ങിക്കേനി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കലക്കിക്കാണ്ട് പിന്നെ മടക്കി ഒരു ഡബ്ബർ ഇട്ട് വെക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നല്ല തുറന്ന് ഇട്ട് വെച്ചാൽ അത് കട്ടൊടിച്ചു നമ്മളെ ടാങ്ക്. അതുകൊണ്ട് ഞാൻ ഡബ്ബർ ഇട്ട് കാണ്ട് നല്ല ഭദ്രമാക്കി വെക്കും കേട്ടോ. മക്കളെ കണ്ണ് കണ്ടാൽ എന്താണെന്നറിയാം, അതങ്ങനെ വെറുതെ തിന്നുകൊണ്ടും വെള്ളം കലക്കിക്കൊണ്ടൊക്കെ അങ്ങനെ തിന്നും. അപ്പോൾ ഞാൻ കാണാത്തോടത്ത് പാത്തച്ചിക്കാണ്. ഇങ്ങനെ ആ ഡബ്ബർ ഇട്ടപ്പോൾ ഡബ്ബറാണ് പൊട്ടിയിട്ടോ. അപ്പം ഇനി വേറൊരു ഡബ്ബറും തിരഞ്ഞു പോകാം. അപ്പം ഇനിച്ച് നേരമല്ല. അപ്പം ഞാൻ എന്താട്ടി ആ ഡബ്ബർ തന്നെ കെട്ടിക്കൂട്ടി. നമ്മൾ പണ്ട് കാട്ടിയമാതിരി ഡബ്ബറൊക്കെ ഒന്ന് കെട്ടിക്കൂട്ടി അതന്നെ ഒന്നും കൂടി മടക്കിയിട്ട് അതിന്മേൽ തന്നെ അത് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം മക്കളെ ഇന്ന് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടോ. 20 മിനിറ്റായി. ഞാൻ ഞാനിതിൽ വെട്ടിക്കുറക്കുക. കുറേ ഞാൻ ഈ സ്പീഡൊക്കെ കൂട്ടി നോക്കി. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ക്ഷമിക്ക്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ടെങ്കിലല്ലേ നമുക്ക് ഇനിയും വീഡിയോ ഇടാൻ വേണ്ടി ഇതുണ്ടാവുള്ളൂ, മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാക്കണേ പത്തിരി, വെള്ളം കലക്കിയത്, പിന്നെ ചായ ഇതാക്കണേ കട്ടൻ ചായ, പിന്നെ നമ്മളെ തേങ്ങ വറുത്തരച്ച നമ്മളെ കോഴിച്ചാറ്, സൂപ്പറായിട്ടില്ല കോഴിച്ചാറ്. അപ്പം ഇതാണ് കേട്ടോ നമുക്കിന്ന് ബറാത്തിന് നോമ്പ് തുറക്കാൻ. ഇത് മതിയല്ലേ എത്തിനാ കൂടുതലായിട്ട്. അങ്ങനെയൊക്കെ സെറ്റായി അകൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് പോത്തിന് നമുക്ക് ബാങ്ക് കൊടുത്തും ഒരു കുഞ്ഞിപ്പാട്ട നിറച്ച് പച്ചവെള്ളം കുടിച്ചിരിക്കണം കേട്ടോ. പച്ചവെള്ളം കുടിച്ച് പിന്നെ പാട്ടിയിൽ തന്നെ ഞാൻ നമ്മളെ കലക്കിവെള്ളം പാരുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അപ്പോൾ കൊടുക്കണുണ്ട് കേട്ടോ. ഒരു പത്തിരിയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് യാസീനും തബാറക്കയും അർ റഹ്മാനും
ബാക്കിയ സൂറത്തും ഒക്കെ ഓതിക്കഴിഞ്ഞ് നമ്മളെന്താട്ടി ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നല്ല പത്തിരിയും കോഴിച്ചാറൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി, എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരും നിർബന്ധിച്ചൂല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും നമ്മൾ നിർബന്ധിച്ചൂല. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇൻഷാ അല്ലാ നാളെ വരട്ടോ.